ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 11 ബുധനാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 25,000-ന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മുകളിലോട്ടുള്ള യാത്ര തുടരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എങ്കിലും മാർക്കറ്റാണ്. ലൈവ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കിക്കണ്ട് തന്നെ നമുക്കൊരു ദിവസം അവസാനിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ. എന്തായാലും ഇന്നലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യാത്രക്ക് ഒരു തടസ്സമായിട്ട്, ഒരു വിഘാതമായിട്ട് തിരിച്ച് ഇന്നലെ മുകളിലോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. സോ ഇന്നൊരു നല്ല ഹയർ സൈഡിലൊരു ക്ലോസിങ് കിട്ടുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റി കയറി പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ നിഫ്റ്റി എന്ന് എഴുതിയതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ റിലീസ് അറിയപ്പെടും. ഓക്കെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റി ഇപ്പോൾ 25,000 എന്ന ഒരു നിലയിലാണുള്ളത്. ഇന്ത്യയിൽ 138 കോടി ജനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വസിക്കുന്നുണ്ട്. അതിനകത്ത് 8 കോടിയോ 9 കോടിയോ കൂടി വന്ന 10 കോടി ജനങ്ങൾ മാത്രമേ ഓഹരി വിപണിയിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മളൊരു ജനസംഖ്യയുടെ 25% ആൾക്കാരൊക്കെ ഇവിടെ അക്കൗണ്ട് എടുക്കുന്ന ഒരു സമയത്തേക്ക് നിഫ്റ്റിയൊക്കെ 1,00,000-ന് മുകളിലേക്ക് പോകും. അപ്പോൾ ഇത്രയും വലിയ, അതായത് ഒരു ചെടി, ഒരു വിത്ത് ഇപ്പം മുളച്ചു വരുന്നതേ ഉള്ളൂ. നിഫ്റ്റി എന്ന് പറയുന്നത് ജസ്റ്റ് മുളച്ചു വരുന്ന ഒരു വിത്താണ്. ഇത് ഇനി വളർന്ന് വലുതാവാനുണ്ട്. അപ്പോൾ ഈ ശൈശവ ദശയിൽ തന്നെ ഈ വണ്ടിയിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന US മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ അത് പിന്നീട് മുകളിലോട്ട് വളരുക, ആ ഇൻവെസ്റ്റ്മെൻറ്റ് വളരുക എന്നുള്ളത് അവിടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും മാർക്കറ്റ് അപ്പ് ഡൗൺ പോവും. അപ്പോൾ പുതിയ കമ്പനികൾ വരിക, പഴയത് ക്ലോസ് ആയിട്ട് പുതിയത് വരിക എന്നൊരവസ്ഥയാണെങ്കിൽ വളർച്ച ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വലിയ പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ IPOs ഇപ്പോഴും ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട്, അതായത് വളർച്ചയുടെ ശൈശവ ദശയിലാണ്. ഇപ്പോൾ നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകളിൽ, എത്ര തന്നെ കാശ് നല്ല നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലൊരു വളർച്ച കൈവരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. പിന്നെ ഒരു നിഫ്റ്റി 1,00,000 എത്തുക എന്നൊരു ലെവലൊക്കെ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുക. കാരണം അതിനകത്തുള്ള 50 കമ്പനികൾ മികച്ച മുന്നേറ്റം നടത്തിയിട്ട് 1,00,000 എത്തിക്കുക, ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടി എത്തിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം കൊറോണ കാലത്ത് 7,500 വരെ പോയ മാർക്കറ്റാണ് തിരിച്ച് കയറി 25,000-ൽ വന്ന് നിൽക്കുന്നത്. സോ 2020-2024 4 വർഷത്തിൽ ഇതേ രീതിയിൽ മാർക്കറ്റ് ഒന്ന് ഇടിയുമ്പോൾ ഓർത്തോളുക, അതിൻ്റെ ഇരട്ടിയായിട്ട് അത് മുകളിലോട്ട് കയറി വരും. സോ നിക്ഷേപം നടത്തുക, സ്റ്റോക്കുകൾ, നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ നിക്ഷേപം നടത്തുക. അതുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ് പോലെയുള്ള സംഭവങ്ങളിലേക്ക് നിക്ഷേപം നടത്തുക. ഉറപ്പായിട്ടും മാർക്കറ്റ് കയറി വരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് JSW എനർജി, ഇൻഡിഗോ, ഓയിൽ ഇന്ത്യ, ജെനൂസ് പവർ, IREDA ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കോപ്പി ട്രേഡിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, പുതിയതായി ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേര് എന്താ പറയുക, ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. സ്ലോട്ടുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ട്രേഡിങ് നടക്കണമെങ്കിൽ അയാൾക്കായിട്ടൊരു സെർവർ അസൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ അത് അത്യാവശ്യം ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ സെർവർ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനത്രയും നല്ല പെർഫോമൻസ് കിട്ടണം സെർവറിന്. സാധാ എന്തെങ്കിലും ഒരു സെർവർ എടുത്താൽ പോരാ, മികച്ച പെർഫോമൻസ് ഉള്ള സെർവർ തന്നെ വേണം. അത്യാവശ്യം നല്ല കാശ് ഇറക്കിയിട്ട് തന്നെയാണ് സെർവർ എടുക്കുന്നത്. അപ്പോൾ ഫണ്ട് വരുന്ന മുറക്ക് അതിങ്ങനെ സെർവറുകൾ ആഡ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ കുറച്ച് പേര് മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും അതൊരു എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ക്രൈറ്റീരിയ, ഇപ്പോൾ ഞങ്ങൾ സെറോദ ബ്രോക്കറിനെയാണ് ഉപയോഗിക്കുന്നത്. സെറോദ അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് 2,00,000-ന് മുകളിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ. വേറെ പ്രത്യേകിച്ച് വലിയ തലവേദനയൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ ഒന്ന് ലോഗിൻ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ പണിക്ക് പോകാം. ഇടയ്ക്കൊന്ന് സെറോദ അക്കൗണ്ട് എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതി എന്താണ് സംഭവിക്കുന്നത്. സിമ്പിളാണ്, രസമാണ് പരിപാടി. നമ്മൾ
ഇപ്പോൾ കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾക്ക് ലോസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് സൈഡ് വൈസ് പോകുന്നതാണ്, കാരണം ബ്രേക്ക്ഔട്ട് ട്രേഡ് ആണ്, ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ സൈഡ് വൈസ് ആണെങ്കിൽ അന്ന് നമുക്ക് കാര്യമായ ട്രേഡുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ എടുക്കുന്ന ട്രേഡ് തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം തന്നെ നിങ്ങൾ ഒന്നും തന്നെ അതിനെക്കുറിച്ച് വറീഡാവേണ്ട കാര്യമില്ല. അതെല്ലാം അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നത് കാണാൻ സാധിക്കും. എന്തായാലും എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിനകത്ത് കോണ്ടാക്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. മറ്റ് മാർക്കറ്റുകൾ നോക്കി നിക്കിയും ഹാങ്സങ് ചൈനയുടേതും ജപ്പാൻ്റെതും റെഡാണ്. ഷങ്കായ് കമ്പോസിറ്റ് അതും ചൈനയുടെയാണ്, അത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി നിൽക്കുന്നു. STI കോസ്പി രണ്ടും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. വലിയ ഒരു മുന്നേറ്റം എന്ന് പറയാനില്ല. സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് കാണുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,115 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,90 25 പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ദെൻ അവിടെ നിന്ന് അത് പോയിരിക്കുന്നത് 25,067 ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് താഴോട്ടാണ് പോയിരിക്കുന്നത്. സോ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്നലത്തെ 115 നിന്നും 60 ഏകദേശം 50 പോയിന്റോളം താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. 47-48 പോയിന്റോളം താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും. സോ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും താഴേക്കാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. ദെൻ ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊറിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, UK ഗുഡ്സ് ട്രേഡ് ബാലൻസ്, UK GDP മന്ത് ഓൺ മന്ത്, ചൈന ന്യൂ യുവാൻ ലോൺസ്, USA CPI ഓഗസ്റ്റ് മാസത്തെ, ദെൻ USA കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, USA ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, USA CPI. ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. സ്റ്റോക്കുകളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. സോ നമുക്ക് വരുന്ന ആഴ്ച, എനിക്ക് തോന്നുന്നു ഈ ആഴ്ച 1-2 കമ്പനികൾ മാത്രമേ ഇതിൽ അപ്ഡേറ്റ് കണ്ടിട്ടുള്ളൂ. വരും ദിവസങ്ങളിലേക്ക് FNO ബാനിൽ വന്നിരിക്കുന്നത് ABFRL, ബാലറാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ചമ്പൽ ഫെർട്ടിലൈസ്, ഹിന്ദ് കോപ്പർ ഇന്നുണ്ട്, RBL ബാങ്ക്. ഇത്രയും സ്റ്റോക്കുകളാണ് FNO ബാനിൽ വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,208 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 275 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,932 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ നടന്നത്. ഈ മാസം മൊത്തത്തിൽ ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,815 കോടിയുടെ ബൈയിങ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,923 കോടിയുടെ ബൈയിങ്, മൊത്തത്തിൽ 14,739 കോടിയുടെ ബൈയിങ് ആണ് ഈ മാസത്തിൽ നടന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ബുക്കിംഗ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടയ്ക്ക് ചെയ്യാറുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ അവർ ബൈയിങ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ ഒന്ന് ഓടിച്ചു, നിഫ്റ്റിയുടെ ഇന്നലത്തെ മൂവ്മെന്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ, ഇന്നലെ 24,999 ഓപ്പണായി 41 പോയിന്റ് മുന്നേറ്റത്തിൽ 41 പോയിന്റ് മുന്നേറ്റത്തിൽ 25,041 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ഈ 5 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് 293 പോയിന്റിന്റെ നഷ്ടമാണ്. ഈ മാസം വന്നിരിക്കുന്നതും 293 പോയിന്റിന്റെ നഷ്ടമാണ്. നിഫ്റ്റിയിൽ ഇന്നലെ നോർമൽ CPR ആയിരുന്നു, അതുപോലെ വെർജിൻ CPRും കൂടിയായിരുന്നു. കാരണം പ്രൈസ് ആക്ഷൻ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല, ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. ഇന്നലെ വെർജിൻ CPR, മിനിഞ്ഞാന്ന് വെർജിൻ CPR, ഇന്ന് നാരോ CPR. തീർച്ചയായിട്ടും എന്തൊക്കെയോ ബൾബ് കത്താൻ സാധ്യതയുണ്ട്. നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതകൾ തള്ളിക്കളയേണ്ട. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. സോ പ്രതീക്ഷിച്ചിരിക്കുക, ഏത് ഭാഗത്തോട്ടായാലും മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 13.36 പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് 0.79 ആണ്. ഇത് ക്ലിയർലി ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 25,500 75 ലക്ഷമാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 25,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത്, അത് 65 ലക്ഷമാണ്. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, നോക്കാം അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ആസ് പെർ റാസ് ലെവൽസിന്റെ പ്രിഡിക്ഷൻ പ്രകാരം 51,635 ആയിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. ഒന്നുകിൽ ഡേ ഹൈ അല്ലെങ്കിൽ 50,910 എന്ന ഡേ ലോ, രണ്ടിലേതെങ്കിലും ഒന്ന് ഇന്ന് നമുക്ക് കിട്ടും. ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ ഒരു
മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് വരുന്ന രീതിയിലാണ് റാസ് ലെവൽസ് പറയുന്നത്. ഇത് തെറ്റിപ്പോവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ന്യൂസിൻ്റെ ബേസിലൊക്കെ പോകുന്നതാണെങ്കിൽ ഓപ്പണിംഗ് ഒന്നും കറക്റ്റ് ആവണം എന്നില്ല. ഒന്നുകിൽ ഈ മഞ്ഞ വരകളിൽ ഡേ ഹൈ 51,635 അല്ലെങ്കിൽ ഡേ ലോ 50,910 രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നോട്രേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഈ CPRൻ്റെയും നോട്രേറ്റ് സോണിൻ്റെയും അല്ലെങ്കിൽ റാസ് ലെവൽസിൻ്റെ നോട്രേറ്റ് സോണിൻ്റെ ഇടയിലുള്ള ഈ ലെവൽ, അതായത് 51,250 മുതൽ 51,162 വരെയുള്ള ഏകദേശം ഒരു 88 പോയിന്റിൻ്റെ ഈ ഒരു സോണിനെ നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കാതെ ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ദെൻ മുകളിലോട്ട് പോവാണ്, മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയിൽ നല്ലൊരു റെസിസ്റ്റൻസ് വരാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു പക്ഷേ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവുന്നത് ഇവിടെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഡേ ഹൈയിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 51,300, 51,390, 51,366 എന്ന രീതിയിലുള്ള ഒരു 24 പോയിന്റിന്റെ സോണാണ് യെസ്റ്റർഡേ ഹൈയിൽ ബിൽഡപ്പ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ട് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായി പോവുകയാണെങ്കിൽ ഇവിടെ 51,635, 51,669 എന്ന രീതിയിലുള്ള ഈ 34 പോയിന്റിന്റെ ഈ ഒരു സോണിൽ വെച്ചിട്ട് മാർക്കറ്റ് ഇന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഡേ ഹൈ ഇവിടെ ആയിരിക്കും ബിൽഡ് ആവുക. സോ അതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഒരു താഴോട്ടാണ് പോകുന്നതെങ്കിൽ പ്രീവിയസ് ഡേ ലോയിൽ എന്തായാലും അതിൻ്റെ താഴോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ അത്രയും 3 ലെവൽസ് വന്നിട്ട് നല്ലൊരു സോൺ ബിൽഡപ്പ് ആയിട്ടുണ്ട്. 3 സപ്പോർട്ടൊക്കെ പൊട്ടിച്ച് പോകുക എന്നുള്ളത് അത്ഭുതമാണ്, വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. 50,958 മുതൽ 910 വരെയുള്ള ഏകദേശം ഒരു 48 പോയിന്റിന്റെ ഒരു സോണാണ് ഇവിടെ യെസ്റ്റർഡേ ലോയിൽ സപ്പോർട്ട് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് താഴോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇൻ കേസ് അത് താഴെ പോവുകയാണെങ്കിൽ 50,793 വരെ മാർക്കറ്റിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകുന്നു. 50,958, 910 റേഞ്ചിലേക്ക് മാക്സിമം ഇറങ്ങിപ്പോയേക്കാം. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും. നോട്രേറ്റ് സോണിനെ ഒഴിവാക്കിക്കൊണ്ട് യെസ്റ്റർഡേ ഹൈയിലുള്ള റെസിസ്റ്റൻസും അതേപോലെ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു സോണിലുള്ള ഇതും കണക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നതിനെ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഓപ്പണിങ്ങിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടാണോ മുകളിലോട്ടാണോ പോകുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, നിഫ്റ്റിയിലാണ് മൂവ്മെൻറ്റ്. നിഫ്റ്റി സെൻസെക്സ് ഒക്കെയാണ് നല്ല മൂവ്മെൻറ്റ് കാണിക്കുക. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും എത്രത്തോളം ഇത് വരും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നോക്കാം. എന്തായാലും എനിക്ക് ഏതാനും മണിക്കൂറുകളുണ്ട്, നമുക്ക് മാർക്കറ്റ് ഓപ്പണായി കിട്ടും. അവിടെ ലൈവ് മാർക്കറ്റിൽ കാണാം. അപ്പോൾ കോപ്പി ട്രേഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7909140135 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.